ഒരു ഗുരുവര്യൻ തൻ്റെ ശിഷ്യനോട് ഒരു ചോദ്യം ഉന്നയിച്ചു എന്നാണ്. മാ തസ്നഉ ബി ശൈത്താൻ ഇദാ സവ്വല ലക്കൽ ഖതായ. ശൈത്താൻ തെറ്റുകുറ്റങ്ങൾ നിനക്ക് അലങ്കരിച്ച് തോന്നിപ്പിച്ചാൽ എന്ത് ചെയ്യും? ശിഷ്യൻ പറഞ്ഞു, ഉജാഹിദുഹു, ഞാൻ ശൈത്താനോട് ജിഹാദ് ചെയ്യും. ഫൈൻ ആദ്, ശൈത്താൻ മടങ്ങി വന്നാലോ? ശിഷ്യൻ പറഞ്ഞു, ഉജാഹിദുഹു, ഞാൻ ജിഹാദ് ചെയ്യും. ഫൈൻ ആദ്, പിന്നെയും മടങ്ങി വന്നാലോ? ഖാല ഉജാഹിദുഹു, ഞാൻ ജിഹാദ് ചെയ്യും. അപ്പോൾ ഗുരു പറഞ്ഞു എന്നാണ്, ഹാദാ യതൂൽ, താങ്കളുടെ ജിഹാദ് ശൈത്താന് നേരെയുള്ളത് എങ്കിൽ നീണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അറഅയ്ത ഇൻ മറർത ബിഗനമിൻ ഫനബഹക കൽബുഹ ഔ മനാക മിനൽ ഉബൂരി മാ തസ്ന. ഒരു ആട്ടിൻപറ്റത്തിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണ് എങ്കിൽ ആ ആട്ടിൻപറ്റത്തിന് കാവലുള്ള നായ നിനക്ക് നേരെ കുരച്ചാൽ അല്ലെങ്കിൽ കടന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചാൽ താങ്കൾ എന്താണ് ചെയ്യുക? അയാൾ പറഞ്ഞു, ഉകാബിദുഹു, തടയുന്ന നായയെ ഞാൻ മല്ലിട്ട് അതിനോട് മത്സരിച്ച്, വ അർദുഹു ജുഹുദി, കഴിയുന്നത്ര ഞാൻ അതിനെ മടക്കാൻ തിരുത്താൻ ശ്രമിക്കും. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, ഗുരുശ്രേഷ്ഠർ പറഞ്ഞു കൊടുത്തു, ഹാദാ യതൂലു അലൈക്, ഇങ്ങനെ ഈ ആട്ടിൻപറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നായയെ ചെറുക്കാൻ പരിശ്രമിച്ചാൽ അത് കുറേ സമയമെടുക്കും. വലാകിൻ ഇസ്തഈൻ ബിസാഹിബിൽ ഗനം യക്ഫു അൻക്, എന്നാൽ ഈ ആട്ടിൻപറ്റത്തിൻ്റെ ഉടമയോട് സഹായം അഭ്യർത്ഥിക്ക്. യക്ഫു അൻക്, എങ്കിൽ താങ്കൾക്ക് വേണ്ടി ഈ നായയെ ആ ഉടമസ്ഥൻ തടഞ്ഞുകൊള്ളും, അപ്പോൾ കടന്നു പോകാൻ എളുപ്പമാകും എന്നാണ്. ഈ ഒരു ഉപമ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിനോടുള്ള ദുആയും രക്ഷാതേട്ടവും എത്രമേൽ അനിവാര്യമാണ് ശൈത്താനെ പെട്ടെന്ന് ചെറുക്കാനും പെട്ടെന്ന് വഴിമാറ്റാനും എന്ന് ബോധ്യപ്പെടാനാണ്. പിശാജ് തിന്മകൾ അലങ്കരിക്കുമ്പോഴൊക്കെ ആ പിശാജിനോട് മല്ലിടാൻ നിന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കുകയും രക്ഷാതേട്ടം നടത്തുകയും ചെയ്താൽ പിശാചിനെ തുരത്താൻ വഴിമാറ്റാൻ അതാണ് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്ന കർമ്മം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഒരു കവി പറഞ്ഞു, ഇദാ ശിഅത അൻ തൽഖ അദുവക റാഗിമൻ ഫതുഹ്രിഖഹു ഹുസ്നൻ വതഖ്തുലഹു ഗമ്മ ഫഅലൈക ബിൽ ഇഖ്ലാസി വസ്സുഹ്ദി വത്തുഖ ഫമൻ ഫാസ ഫീഹാ മാത ഹുസ്സാദുഹു ഹമ്മ എന്നാണ്. ശത്രുവിനെ പരാജിതനായി കാണുവാൻ താങ്കൾ ഉദ്ദേശിച്ചാൽ, ദുഃഖം പേറി അവൻ കത്തിക്കരിയാനും വിഷമം പേറി കൊല്ലപ്പെടാനും താങ്കൾ ഉദ്ദേശിച്ചാൽ, ഫഅലൈക ബിൽ ഇഖ്ലാസി വസ്സുഹ്ദി വത്തുഖ, താങ്കൾ ഇഖ്ലാസിനെ ആശ്രയിക്കണം, സുഹുദിനെയും തുഖയെയും. ഇഖ്ലാസ് നിഷ്കളങ്കതയാണ്, സുഹുദ് വിരക്ത ജീവിതമാണ്, തുഖ ഭക്തി ജീവിതമാണ്. ഇഖ്ലാസും സുഹുദും തുഖയും താങ്കൾ മുറുകെ പിടിക്കണം. ഫമൻ ഫാസ ഫീഹ, ഈ വിഷയങ്ങളിൽ ഒരാൾ വിജയിച്ചാൽ, മാത ഹുസ്സാദുഹു ഹമ്മ, അവനോട് അസൂയയുള്ള ശത്രുക്കൾ മനോവിഷമത്താൽ മരിച്ചു വീഴും എന്നാണ് കവി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് പറഞ്ഞു. കാരണം ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന്. ഈ വ്യക്തമായ ശത്രുവിനോട് എങ്ങനെ വർത്തിക്കണം? അവൻ ദൂരപ്പെടാൻ, അവൻ വഴിമാറാൻ, അവൻ വിതക്കുന്ന വിരിക്കുന്ന വിപത്തിലും കെണിയിലും അകപ്പെടാതിരിക്കാൻ, അതൊക്കെ മനസ്സിലാക്കുവാനാണ് ഈ ആപ്തവാക്യങ്ങളും കവിതയുമൊക്കെ കേൾപ്പിച്ചത്. ദിക്റാണ്, ദുആ ആണ്, ഇസ്തിആദത്ത് അഭയത്തേട്ടമാണ്, അതേപോലെ ഇഖ്ലാസുള്ള ഭക്തിയുള്ള വിരക്തിയുള്ള ജീവിതമാണ്. ഇതൊക്കെ നമ്മൾ ധാരാളം വിശുദ്ധ വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളുമാണ്.